അപ്പോൾ ഹിരൺ നമുക്ക് എങ്ങനെയാ എവിടാ തുടങ്ങണ്ടേ? ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. തെലുങ്കിലുണ്ട്, പിന്നെ ഒരു ആഫ്രിക്കൻ ഭാഷയിൽ പാടിയിട്ടുണ്ട്. അപ്പം മലയാളത്തിലുണ്ട്. അപ്പൊ ഏത് ഭാഷയിലാ തുടങ്ങാൻ ഒരു ആഗ്രഹം? അധികം പാട്ടുകൾ പാടില്ല, മേ ബി ഒരു 10-നുള്ളിൽ ഒരു പാട്ടുകളെ പാടിയിട്ടുള്ളൂ. ബട്ട് അഗൈൻ പാടിയ പാട്ടുകളൊക്കെ പോപ്പുലറാണ്, ഹിറ്റാണ്. സോ ഞാൻ കോഴിക്കോട് പാട്ട് പാടാം. That's one of the song that I have sang. കോഴിക്കോട്. ശരി ശരി. കൽബിൽ തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണകര കോഴിക്കോട്, അലുവാഹ മനസ്സുള്ളൊരീ കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി ഞമ്മളെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവിൽ തേനൊഴുകണ കോഴിക്കോട്. Super, beautiful song, beautiful song. You have got a different texture. വോയിസിന്റെ ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. ബാല്യകാലത്തെ കുറിച്ച് എന്താണ് ഓർമ്മകൾ? ബാല്യകാലം ഏറ്റവും നല്ല ഫോണ്ടസ്റ്റ് മെമ്മറീസ് ഉള്ളത് ട്രിവാൻഡ്രാണ്. ഞാൻ ട്രിവാൻഡ്രം കാർമലിലാണ് പഠിച്ചത്. കാർമലിലാണ് പഠിച്ചത്. സ്കൂളിലെ എല്ലാ മിക്ക മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓണം ആണല്ലോ തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേക ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണമാണ്. ലൈറ്റും അപ്പൊ അതെ, ലൈറ്റ് കാണാൻ പോവാന്ന് പറയുന്നത് തന്നെ ഒരു മഹാമഹമാണ്. വീട്ടിൽ നിന്ന് ലൈറ്റ് കാണാൻ പോകുന്നത്. കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത്രയും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സുഹൃത്തുക്കളായിരിക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഈ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളാണ്. അച്ഛൻ മോഹൻ അല്ലേ? അതെ, അച്ഛൻ ദൂരദർശനിലായിരുന്നു. ദൂരദർശനിലെ പ്രൊഡ്യൂസറായിട്ട്, പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടാണ് റിട്ടയർ. അതിന് അറിയാം. സാറിന്റെ സ്കൂളില് മോഡൽ സ്കൂളിൽ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ പറയും. മോഹൻലാൽ സാറിന്റെ കാര്യം, പിന്നെ മണിയമ്പിള്ള രാജു സാറ്. സോ അച്ഛൻ മരിച്ചു, കഴിഞ്ഞ വർഷം മരിച്ചു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ മ്യൂസീഷ്യനാണ്. അമ്മ ഒരു നല്ലൊരു അല്ല, അമ്മ പഠിച്ചത് വിമൻസ് കോളേജിലെ മ്യൂസിക് MA ആണ് പഠിച്ചത്. പുള്ളിക്കാരിയും ഒരു നല്ല ഗുരുപാരമ്പര്യമുള്ള ആള് തന്നെയാണ്. നല്ല മ്യൂസീഷ്യനാണ്, നല്ല പാട്ടുകാരിയാണ്. അമ്മയുടെ ഗുരുക്കന്മാരൊക്കെയാണ്? നെയ്യാറ്റിൻകര മോഹനേന്ദ്രൻ സാറ്, അതിന് മുന്നേ നെല്ലായി കൃഷ്ണമൂർത്തി സാറ്, ഉമ്മനിക്കുട്ടി ടീച്ചറിന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കുറെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തു. കോമ്പറ്റീഷൻസിനൊക്കെ ഇവര്, എനിക്ക് തോന്നുന്നു അമ്മയുടെ സീനിയർ ആയിരുന്നു ചിത്രമ്മ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മത്സരങ്ങളിലൊക്കെ പോവാറുണ്ട്. പിന്നെ ഇവരൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കായി. അമ്മ പിന്നെ മ്യൂസിക് ഒന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഇപ്പോഴാണ് പാടുന്നത്. അതുവരെയും വീട്ടിൽ പാടുന്നു എന്നുള്ള അല്ലാണ്ട് മ്യൂസിക് ഒരു കഴിവ് അതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ. സ്കൂളിൽ പാടുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ. സ്കൂളിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ട്? അയ്യോ ഇല്ല, തീർച്ചയായിട്ടും അത് ഓർമ്മ കാരണം എനിക്ക് പദ്യപാരായണത്തിനാണ്. അതിനകത്ത് ഒന്നാം കൊമ്പത്തു വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടിനിളങ്കിളി പൊന്നിളമ്പങ്കിളി കൂടുവിട്ടിങ്ങോട്ട് പോരാമോ. ഇതാണ് സാറ് തന്നെയാണോ ട്യൂൺ ചെയ്തതൊക്കെ? അല്ല, ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടനാ ട്യൂൺ ചെയ്ത്. അപ്പൊ അങ്ങനെ ആ പാട്ടിനാണ് എനിക്ക് പ്രൈസ് കിട്ടുള്ളത്. ലളിതഗാനത്തിനും അല്ലെന്നുണ്ടെങ്കിൽ സിനിമാ പാട്ടിനും കിട്ടിയിട്ടേ ഇല്ല. ഞാൻ ലളിതഗാനത്തിന് പോകുന്നത് 4ാം ക്ലാസ്സിലാണ്. എനിക്കിപ്പോ സാറ് പറയുമ്പോഴാണ് 4ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു മത്സരത്തിന് പങ്കെടുക്കുന്നത്, പദ്യപാരായണത്തിന്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ സാറിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് പാടുന്നത്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. അമ്മ കമ്പോസ് ചെയ്തിട്ട് പറഞ്ഞു വിടും ഇങ്ങനെ. എന്നിട്ട് അവിടെ പോയിട്ട് ഇതിന്റെ ഒരു ശകലമൊക്കെ സഭാകമ്പമുള്ള കുട്ടിയാണ്, ഭയങ്കര സഭാകമ്പമാണ്. അപ്പൊ ഇതിന്റെ ഒരു പകുതിയൊക്കെ പാടിയിട്ട് പ്രൈസ് ഒന്നും കിട്ടില്ല, ഇറങ്ങി വരും. പക്ഷെ പങ്കെടുക്കുന്നു എന്നുള്ളതിനാണ് എന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം. ചെറുപ്പം മുതൽ കലയോടുള്ള ഒരു അഭിരുചി ഞാൻ കൂടുതലായിരുന്നു. അപ്പം ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാർമലിൽ തന്നെയാണ് പഠിച്ചത്. കാർമലിലൊരു 14 years കാർമലായിരുന്നു. ഫ്രം LKG to 12th സ്റ്റാൻഡേർഡ് ബയോമാക്സ് എടുത്ത് പഠിച്ചു. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠിച്ചു. അപ്പോൾ ഈ സംഗീതത്തിലോട്ട് വരണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം വളരെ
ഈ പറയും ഭീകരം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ എല്ലാവരും ഭീകര സംഗീതജ്ഞരാണ്. ഇവരെല്ലാരും കൂടെ മ്യൂസിഷ്യൻ, മൊത്തത്തിൽ സംഗീത കുടുംബമാണ്. സംഗീത കുടുംബമാണ്. ഞങ്ങൾ ഈ മറ്റേ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വന്ന്, അതിപ്പോ മരണമാണെങ്കിൽ കൂടെ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് എല്ലാവരും കൂടി രാഗങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ പിന്നെ ഓരോരുത്തർ പാടാൻ തുടങ്ങും. പിന്നെ ഒരു സംഗീത സദസ്സായിട്ട് മാറും. അതൊരു മരണ വീടാണോ കല്യാണ വീടാണോ എന്നുള്ളത്. ഒരു പാട്ടുകാരി എന്ന് പറയുമ്പം ഈ ആൾക്കാർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഭയ ഹിരൺമയി ഒരു പാട്ടുകാരി, നല്ല പാട്ടുകാരി. അപ്പം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മോഡലിംഗ്, ഒരു ഡ്രസ്സിൽ വരുമ്പോഴത്തേക്ക് അവർക്കൊരു വിഷമം തോന്നത്തില്ലേ? സാർ, ഈ വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. ബേസിക്കലി വളരെ കുഞ്ഞിലെ മൂലം വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്വഭാവം എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ. സ്റ്റബേണുപരി പിന്നെ ഐ വോണ്ട് ടു ഷോ മൈസെൽഫ് ആസ് മൈസെൽഫ് ഓൺലി. ഐ ഡോണ്ട് വോണ്ട് ടു ഫേക്ക് എനിത്തിങ്. ഞാൻ ഇങ്ങനെയാണ്. അത്രേ ഉള്ളൂ. അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെ വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് മുഴുവനും ഇംഗ്ലീഷ് സോങ്സ് ഓഫ് ഇംഗ്ലീഷ് സിംഗേഴ്സ് ഒക്കെയാണ്. അപ്പൊ അവര് ബിയോൺസെ, ലേഡി ഗഗ, അവരൊക്കെ ഇങ്ങനെയല്ലേ ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സിംഗേഴ്സിന് മാത്രം എന്തുകൊണ്ടാണ് പിന്നെ മലയാളികൾക്കൊരു ഇതുണ്ടല്ലോ, മാറ്റം ഒരു ഇപ്പൊ പണ്ട് സൽവാർ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ഭയങ്കര വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ സൽവാർ ഇടുന്നത് ഒരു ആഭിജാത്യത്തിന്റെ ഭാഗമാണ്. കാരണം സൽവാർ ഇട്ട കുട്ടിയും ജീൻസ് ഇടുന്ന പ്രശ്നമായിരുന്നു. അപ്പൊ ഒരു കാലം മാറുന്നുണ്ടല്ലോ. പിന്നെ ഹാഫ് ജീൻസ് ഇടുന്ന പ്രശ്നം. എക്സാക്ട്ലി. ഏത് വേഷം ധരിച്ചാലും അവർക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ ധരിക്കാം എന്നാണ് ഹിരൺ പറയുന്നത്, അല്ലേ? ദാറ്റ്സ് റൈറ്റ്. അപ്പൊ ഓക്കെ, നമുക്ക് എന്താണ് ആഫ്രിക്കൻ സോങ് ഒന്ന് കേൾക്കാം. ആഫ്രിക്കൻ ലാംഗ്വേജ് സ്വഹീലി എന്നാണ് ലാംഗ്വേജിന്റെ പേര്. സ്വഹീലി എന്ന് പറയുന്ന ലാംഗ്വേജ് സോങ് അതാണോ അതോ? ടോട്ടൽ സോങ് എന്റെ പോർഷൻ സ്വഹീലി ലാംഗ്വേജ് ആണ്. എന്റെ മെയിൽ പോർഷൻ പാടിയിരിക്കുന്നത് ഗോപിയാണ്. Nakupenda, nakutaka, tuko pamoja jioni. നാണം വന്നു തിങ്കൾ പെണ്ണേ, കാണാതെ മേഘം മുത്തം തന്നു. Usiando balina mimi, usini tengani shi, പൂന്തേൻ കിണ്ണം കട്ടെടുത്തോ, മോഹക്കുറും വെന്താഹും മാറും കാണാതെ. അയ്യയ്യാ ഓയാ അയ്യയ്യാ ഹോ യാ ഹോ അയ്യയ്യാ ഓ അയ്യയ്യാ ഹോ യാ. ഒരു സംശയം ചോദിച്ചിട്ട്, ആരാ എഴുതിയത്? ഇത് ഹരിനാരായണനാണ്, BK ഹരിനാരായണനാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ.